കേരള വാർത്താ ദിനപത്രത്തിന്റെ സർഗസാഹിതി പ്രതിഭാ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കേരള വാർത്താ നീർമാതളം കാവ്യമുദ്ര പുരസ്കാരങ്ങളും ലക്ഷ്മി വെങ്കടേഷ് സ്മൃതി പുരസ്കാരവും ഉൾപ്പെടുന്നതാണ് സർഗസാഹിതി പ്രതിഭാ പുരസ്കാരങ്ങൾ. കേരള വാർത്താ നീർമാതളം എഡിറ്റർ അശോകൻ CG, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ശ്രീദേവി അമ്പലപുരം, ബദ്രുദ്ദീൻ ഗുരുവായൂർ, കൃഷ്ണകുമാർ മാപ്രാണം, ബാബു സാമുവൽ ജോസഫ് എന്നിവരാണ് അവാർഡ് വിവരങ്ങൾ പ്രഖ്യാപിച്ചത്. ലക്ഷ്മി വെങ്കടേഷ് സ്മൃതി പുരസ്കാരം ഡോക്ടർ PB ഹൃഷികേശന്റെ ലോലചിത്തരാം ചിത്രശലഭങ്ങളെപ്പോലെ എന്ന കാവ്യസമാഹാരത്തിന് ലഭിച്ചു. 10,000 രൂപയും ശില്പവും പ്രശസ്തിപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. MP സുരേന്ദ്രൻ, ഡോക്ടർ സോമൻ കടലൂർ, പ്രീത പ്രിയദർശിനി എന്നിവരായിരുന്നു ജൂറി അംഗങ്ങൾ. നീർമാതളം കാവ്യമുദ്ര കവിതാ മത്സരത്തിൽ സുരേഷ് കുമാർ പാർലിക്കാട് രചിച്ച നിശബ്ദത എന്ന കവിതയ്ക്കാണ് 1ാം സമ്മാനം. തസ്നി വിയുടെ പെൺമരം എന്ന കവിതയ്ക്ക് 2ാം സമ്മാനവും അശ്വിനി R ജീവൻ രചിച്ച ആ അതിര് അധിനിവേശം എന്ന കവിതയ്ക്ക് 3ാം സമ്മാനവും ലഭിച്ചു. യഥാക്രമം 10,000, 7,500, 5,000 കൂടാതെ ശില്പവും പ്രശസ്തിപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഷാജു K കടമേരി, ജിഷ K റാം, പ്രവീൺ KT എന്നിവരുടെ കവിതകൾക്ക് സ്പെഷ്യൽ ജൂറി പുരസ്കാരവും ലഭിച്ചു. അക്ഷരപ്പെരുമയുടെ വസന്തം വിടർത്തുന്ന കവിതകളെല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. കേരളത്തിനകത്തു നിന്നും പുറത്തുനിന്നും ഒരുപാട് രചനകളാണ് മത്സരത്തിന് ലഭിച്ചത്. പ്രൊഫസർ VG തമ്പി, ഡോക്ടർ ടോണി KR, ഡോക്ടർ R സുരേഷ് എന്നിവരായിരുന്നു വിധികർത്താക്കൾ. അതേ വേദിയിൽ വെച്ച് മുതിർന്ന സിനിമാ നടൻ TG രവിക്ക് മലയാള സിനിമയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനകളെ മുൻനിർത്തി നീർമാതളത്തിന്റെ ആദരവ് സമർപ്പണവുമുണ്ട്. പ്രശസ്ത സംഗീത സംവിധായകൻ മോഹൻ സിതാരയെ വേദിയിൽ ആദരിക്കും. വളർന്നുവരുന്ന യുവപ്രതിഭ എന്ന നിലയിൽ എഴുത്തുകാരനും അധ്യാപകനുമായ നിസാർ ഇൽത്തുമിഷിന് യുവപ്രതിഭാ പുരസ്കാരം നൽകി ആദരിക്കുന്നുണ്ട്. കേരള സാഹിത്യ അക്കാദമി MT ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു, തൃശൂർ MLA P ബാലചന്ദ്രൻ, മേയർ MK വർഗീസ്, ഡോക്ടർ PV കൃഷ്ണൻ നായർ, പ്രൊഫസർ KV രാമകൃഷ്ണൻ, സത്യൻ അന്തിക്കാട് എന്നിവരുടെ മഹനീയ സാന്നിധ്യവും ഉണ്ടാകും. ഡിസംബർ 20 ശനിയാഴ്ചയാണ് പുരസ്കാര സമർപ്പണം. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.